CPM രണ്ടായിട്ട് പിളർന്ന് 1964 ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. CMP പോയത്. അങ്ങനെ CPM ജയിച്ചാൽ KR ഗൗരി മന്ത്രിയാകുമെന്ന പ്രതീതി കേരളത്തിലാകെ ഉണ്ടാകും. കേരതിങ്ങും കേരള നാട്ടിൽ KR ഗൗരി നാട് ഭരിക്കും എന്നുള്ള മുദ്രാവാക്യം പലയിടത്തും ഉയർന്നു കേൾക്കാൻ തുടങ്ങി. പക്ഷേ സത്യം പറഞ്ഞാല് പിന്നീട് അത് വലിയൊരു വിവാദമായിട്ട് വരുന്നുണ്ട്. അപ്പം പിന്നീട് പറയുന്നുണ്ട് പാർട്ടി നേതൃത്വം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടില്ല. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ അത് വലിയൊരു മുദ്രാവാക്യം, വളരെ പ്രചാരമുള്ള ഒരു മുദ്രാവാക്യമായി വളർന്നു വന്നു. ഓക്കെ, അതെ. ആലപ്പുഴ അരൂരിൽ നിന്നുമാണ് ഗൗരിയമ്മ മത്സരിച്ചത്. അന്ന് പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നത് VS അച്യുതാനന്ദനാണ്. ഓക്കെ, അപ്പം അച്യുതാനന്ദൻ സംഘടനാ നേതൃത്വമാണ്, തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലില്ല. ഓക്കെ, സംഘടനയുടെ നേതൃത്വമാണ്. ഒടുക്കം മറുഭാഗത്ത് UDF-ന് എല്ലാ സാമുദായിക സംഘടനകളും UDF-നെ പിന്തുണയ്ക്കുകയാണ്. 78 സീറ്റ് നേടി LDF അധികാരത്തിൽ വരുന്നു. അപ്പോൾ 57 LDF, 67 LDF, 77 UDF അല്ല, അച്യുതമേനോൻ UDF അല്ലത്, മനസ്സിലായി. UDF-ന്റെ ഏറ്റവും എന്താ പറയുന്നത്, പ്രാരംഭ രൂപം ഉണ്ടാവുന്നത് 80കളിലാണ്. അതാ CPI കോൺഗ്രസ് CPI-യോടെ ചേർന്ന്, CPM അല്ല, CPI-യോടെ ചേർന്നുള്ള കോൺഗ്രസ് മന്ത്രിസഭയാണ് 77. UDF-ന്റെ ആദ്യ രൂപം ഉണ്ടാവുന്നത് CPI-CPM-ന്റെ കൂടെ ചേർന്നതിന് ശേഷമാണ്. അതെ, അപ്പോൾ അങ്ങനെ വരുന്നത്. പക്ഷേ ഇപ്പൊ 77-ലെ CPI-യും കോൺഗ്രസും ചേർന്ന അച്യുതമേനോൻ മന്ത്രിസഭ. അത് കഴിഞ്ഞിട്ട് 77-ൽ അച്യുതമേനോന്റെ മന്ത്രിസഭയല്ല, 77-ൽ കരുണാകരന്റെ മന്ത്രിസഭയാണ്. അത് കഴിഞ്ഞ ആന്റണി, അങ്ങനെയാണ്. ഓക്കെ, ഇപ്പൊ 87-ൽ LDF ഭരണമാണ്. അപ്പം ഇടതുപക്ഷ പ്രചാരക ആരായിരുന്നു? ഗൗരിയമ്മയായിരുന്നു. കേവലം ഒരു ഒടുക്കം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ EMS പിന്തുണച്ചത് ആരെയാ? ഏറമ്പാല കൃഷ്ണൻ നായനാരനെയാണ്, EK നായനാരനെ. ഒടുക്കം ഗൗരിയമ്മ മന്ത്രി ആയിട്ട് മാത്രം ചുരുങ്ങുന്നു. അപ്പോൾ അതിനെതിരെ ഗൗരിയമ്മ ഒരുപാട് പ്രതിഷേധങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. കാരണം അവരും ആശിച്ചിരുന്നു മുഖ്യമന്ത്രി ആകുമെന്ന്. പക്ഷേ ഒടുക്കം അവരും ഈ മന്ത്രി ആകുന്നതിൽ ചുരുങ്ങുന്നതിൽ, മന്ത്രിയായിട്ട് ഒതുങ്ങുന്നതിൽ അവർക്കും പ്രതിഷേധമുണ്ട്. കാരണം അവരന്ന് സീനിയർ ലീഡറാണ്. ഈ ഇലക്ഷനിൽ ഒരുപാട് അട്ടിമറികൾ നടക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ അടുത്തിടയ്ക്ക് 2025 നമ്മളെ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട സാഹിത്യകാരൻ, പുള്ളി ഇലക്ഷൻ മത്സരിച്ചിരുന്നു. പുള്ളിയുടെ പേര് MK സാനു. എറണാകുളത്ത് മത്സരിച്ചു. പുള്ളി ആർക്കെതിരെയാണ് മത്സരിച്ചത്? കോൺഗ്രസിലെ അന്നത്തെ വളരെ പ്രമുഖനായ നേതാവാണ് AL ജേക്കബ് എന്ന് പറഞ്ഞത്. പുള്ളിയെ AL ജേക്കബ്, നമ്മളിതുവരെ പുള്ളിയുടെ പേര് പറഞ്ഞിട്ടില്ല. AL ജേക്കബിനെ അട്ടിമറിച്ച് MK സാനു ജയിക്കുകയാണ്. പിന്നെ എറണാകുളം. പിന്നെ പുതിയ പാർട്ടി ആയ CMP-യുടെ കുടിക്കീഴിൽ മത്സരിച്ച് അഴീക്കോടിൽ നിന്നും ആര് ജയിക്കുന്നു? MVR ജയിക്കുന്നു. MV രാഘവൻ. പാർട്ടി പ്രശ്നങ്ങൾ കാരണം പാർട്ടിയിലെ ഒരു CMP-യുടെ നേതാവാണല്ലോ MV രാഘവൻ. പാർട്ടിയിലെ പ്രശ്നങ്ങൾ കാരണം MP വീരേന്ദ്രകുമാർ രാജിവെക്കുന്നു. അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ രാജി സമർപ്പിച്ച MP വീരേന്ദ്രകുമാർ അങ്ങനെ കേരളത്തിലെ ഏറ്റവും കുറവ് കാലം മന്ത്രിയായ വ്യക്തിയായി. പുള്ളിയുടെ പാർട്ടിയിലുള്ള പ്രശ്നം കാരണം പുള്ളി രാജിവെക്കുകയായിരുന്നു. അങ്ങനെ 48 മണിക്കൂറിനാകും പുള്ളി രാജിവെച്ചു. അങ്ങനെ ഏറ്റവും കുറവ് കാലം മന്ത്രിയായ റെക്കോർഡ് MP വീരേന്ദ്രകുമാറിൻ്റെ പേരിലാണ്. മുഖ്യമന്ത്രിയായി നായനാർക്ക് കഴിഞ്ഞ തവണത്തെ 1982 അന്ന് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഒടുക്കം നായനാർക്ക് ഭരണവും പോയി.
നായനാർക്ക് ഭരണവും പോയി. അങ്ങനെ പക്ഷെ ഈ തവണ അത്രയും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ഈ സർക്കാരിൻ്റെ കീഴിൽ 3-4 പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ടായി. ഒന്നെന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രി ബോർഡ് റദ്ദാക്കുക എന്നതാണ്. എന്താണ് പ്രീ ഡിഗ്രി ബോർഡ്? അത് റദ്ദാക്കുക എന്നാൽ എന്ത്? അപ്പോൾ പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവരുന്നത് 1982 കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പിറവങ്കാരൻ TM ജേക്കബാണ്. പ്രീ ഡിഗ്രി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ +1 +2 കോളേജിന്റെ ഭാഗമായിരുന്നല്ലേ? അതാണ് സംഭവം. പ്രീ ഡിഗ്രി സർവകലാശാലകളുടെ ഭാഗമായിരുന്നു. അപ്പോൾ TM ജേക്കബിൻ്റെ വാദം എന്നല്ല, പൊതുവെ ആ TM ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ വിദഗ്ധന്മാരുടെ, TM ജേക്കബ് വളരെ പഠിച്ച് ചെയ്യുന്ന ഒരു മന്ത്രിയാണ് TM ജേക്കബ്. TM ജേക്കബിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ ഒരു വിപുലീകരണമാണ്. അത് സർവകലാശാലകളിൽ നിൽക്കേണ്ടതല്ല, അതിന് പ്രത്യേകം ഒരു ബോർഡ് വേണം എന്നുള്ളതാണ് പുള്ളിയുടെ നയം. കാരണം സ്കൂൾ സിലബസ് 3 തവണ പരിഷ്കരിച്ചു കഴിഞ്ഞു, പക്ഷെ ഇതുവരെ പ്രീ ഡിഗ്രി സിലബസുകൾ പരിഷ്കരിച്ചിട്ടില്ല. അതായത് അതിനു മുമ്പ് സർവകലാശാലയുടെ കൂടെയായിരുന്നു പ്രീ ഡിഗ്രി. ഇപ്പം സർവകലാശാലയ്ക്ക് വേറെ ബോർഡ്, പ്രീ ഡിഗ്രിക്ക് വേറെ ബോർഡ്, സ്കൂളിന് വേറെ ബോർഡ്, അങ്ങനെ ആക്കണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറയുന്നത് അതാണ്, ഒന്നെങ്കിലേ വിദ്യാഭ്യാസം, പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനൊരു നീക്കം ഉണ്ടാകുന്നതിനെ സർവകലാശാലയിലെ അധ്യാപകരും അവിടുത്തെ ഉദ്യോഗസ്ഥരും എതിർക്കുന്നു. കാരണം ഇത് സർവകലാശാലകളിൽ നിന്നും എടുത്തു മാറ്റുമ്പോൾ പല അധ്യാപകരുടെയും ജോലിയുടെ നിലനിൽപ്പിനെ ഇത് ബാധിക്കും. കാരണം കുട്ടികളുടെ എണ്ണം കുറയും. പ്രീ ഡിഗ്രി കുട്ടികളെ പഠിപ്പിക്കുന്നത് സർവകലാശാലകളിലെ പ്രൊഫസർമാരും ലെക്ചറർമാരുമാണ്. ഞങ്ങളെയൊക്കെ അവരാ പഠിപ്പിച്ചത്. അപ്പോഴേ പ്രീ ഡിഗ്രി ആയിരുന്നു. അപ്പം അവരുടെ ഇത്രയും, അത് പ്രീ ഡിഗ്രിക്ക് ഒരുപാട് കുട്ടികളുണ്ടാവും. ആ കുട്ടികൾ അത്രയും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും സാറുമാർ അവിടെ വേണോ എന്നുള്ള ചോദ്യം വരും. രണ്ടാമത് ഇവര് ഈ സർവകലാശാല ഉദ്യോഗസ്ഥര് പ്രതിഷേധം ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ +1 +2 പ്രീ ഡിഗ്രി സ്കൂളുകളുമായി ചേർക്കുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ സ്കൂളുകളുമായിട്ട് ചേർക്കുമ്പോൾ ഇലക്ഷൻ വരാൻ പോവുകയാണ്. പാർട്ടികൾക്ക് ഫണ്ട് കൊടുത്ത് ജയിച്ചു വരുന്ന പാർട്ടി തങ്ങൾക്ക് ഫണ്ട് തന്ന സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക് ഈ മാനേജ്മെൻറ്റ് സ്കൂളുകൾക്ക് ഈ കോഴ്സ് അനുവദിക്കുമെന്നുള്ള ആരോപണം. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെ കരുണാകരൻ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ പ്രതിഷേധം നടക്കുന്നുണ്ട്. നമ്മളിത് കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് സൂചിപ്പിക്കുക മാത്രമേ ചെയ്തത് പ്രീ ഡിഗ്രി സമരം ഉണ്ടായിരുന്നത്. അപ്പം ഇടതുപക്ഷം ഭരണത്തിൽ വന്ന ഉടൻ അവരെന്ത് ചെയ്തു? അവർ ഈ TM ജേക്കബ് രൂപീകരിച്ച പ്രീ ഡിഗ്രി ബോർഡ് എന്നുള്ളത് റദ്ദാക്കി. സർവകലാശാലയോട് തന്നെ നിലനിർത്തി. പ്രീ ഡിഗ്രി ബോർഡ് റദ്ദാക്കി.